ഞാൻ അറിഞ്ഞില്ല ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബിരിയാണി ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് എന്താ, ഞാനൊരു ലോങ് വീഡിയോ ഇതിനു വേണ്ടി എടുത്തിട്ടില്ല. എൻ്റെ വിചാരം ബിരിയാണികളിൽ ഏറ്റവും ബെസ്റ്റ് മട്ടൻ ബിരിയാണിയാണെന്നായിരുന്നു കേട്ടോ. അതിൻ്റെ റൈസിനും മീറ്റിനും എല്ലാം രുചി അതിന്. പക്ഷെ പലരും പറഞ്ഞേക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടം ബീഫ് ബിരിയാണി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒന്നും ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക ബീഫ് ബിരിയാണി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മീറ്റിൻ്റെ കൂട്ടത്തിൽ എല്ലും കൂടി ചേർത്ത് കുറച്ച് ഫാറ്റും കൂടി ചേർത്താണ് മേടിച്ചത്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷേ റൈസ് നമ്മൾ ആ എണ്ണയിലൊക്കെ ഒന്ന് സോട്ട് ചെയ്യുമല്ലോ. ആ സോട്ട് ചെയ്ത സമയത്ത് ആ ബീഫ് വേവിച്ച് വെച്ചപ്പം അതിലുള്ള കുറച്ച് നെയ്യുണ്ടല്ലോ, ആ നെയ്യ് കുറച്ച് ഇങ്ങോട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെയാണ് അരി വറുത്തെടുത്തത് കേട്ടോ. റൈസിനും നല്ല ടേസ്റ്റ്, ബീഫിൻ്റെ ഗ്രേവിക്കും നല്ല ടേസ്റ്റ്. അതെല്ലാം ദം ചെയ്ത് വന്നു കഴിഞ്ഞപ്പം എൻ്റെ പൊന്നു മക്കളെ, ചുറ്റുമുള്ള ബാക്കി ബിരിയാണി എല്ലാം ഞാനങ്ങ് മാറ്റി നിർത്തി. ഞാനിതിൻ്റെ കൂട്ടത്തിലെടുത്തേക്കുന്ന ഒരു തൊട്ടുകൂട്ടാൻ ബീറ്റ്റൂട്ടും ഡേറ്റ്സും റൈസിൻസും കൂടി ഇട്ട് ഉണ്ടാക്കിയെടുത്തൊരു പിക്കിളാണ് കേട്ടോ. ഇത് സെർവ് ചെയ്തതിലും ഒരു കുറച്ച് പ്രത്യേകതകളുണ്ട്. എല്ലാവരും ചെയ്യുന്നതാണ്. അത് ഞാൻ അടുത്ത ഷോർട്സിൽ കാണിക്കാം.